നമസ്കാരം. പിണറായി വിജയൻ വർക്കലയിലെ ഗുഹയിൽ ധ്യാനത്തിലിരിക്കാൻ പോകുന്നു അത്രേ. സംഗതി ട്രോളാണെങ്കിലും ഈ ട്രോളിൽ അല്പം കാര്യമുണ്ട്. പിണറായി വിജയനും RSSകാരുടെ ആത്മീയ ഗുരുവായ എമ്മും തമ്മിലുള്ള രഹസ്യബാന്ധവങ്ങൾ പല സമയങ്ങളിലും ചർച്ചയായിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മോദി കന്യാകുമാരിയിൽ ധ്യാനത്തിലിരുന്നതിനു പിന്നിലും RSSകാരുടെ ആത്മീയ ഗുരുവായ ഈ എമ്മിന്റെ കൈയുണ്ട് എന്ന് തന്നെയായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പിണറായി വിജയനും ധ്യാനത്തിലിരിക്കാനായി വർക്കലയിലേക്ക് പോകുന്നു എന്ന തരത്തിൽ ട്രോളുകൾ നിറയുകയാണ്. ദേശാഭിമാനി മുൻ എഡിറ്ററായ G ശക്തിധരന്റെ പോസ്റ്റിനു പിന്നാലെയാണ് ഇത്തരത്തിൽ ട്രോളുകൾ വരുന്നത്. വർക്കലയിലെ ഗുഹയിലെങ്ങാൻ പോയി 24 മണിക്കൂർ മിണ്ടാതിരിക്കാനാണത്രേ പിണറായിയുടെ തീരുമാനം. പുത്തൻ കമ്മ്യൂണിസം ധ്യാനത്തിലൂടെയാണ് എന്ന് മുഖ്യമന്ത്രി ചിന്തിക്കുന്നുണ്ടാകാം. പിണറായി മുണ്ടുടുത്ത മോദിയാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. മോദിയും ഇടയ്ക്കിടെ ധ്യാനിക്കാൻ പോകാറുണ്ട്. ധ്യാനത്തിൽ എന്തോ ദിവ്യശക്തി ഉണ്ട് എന്ന തോന്നലിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ സാഹസത്തിന് മുതിരുന്നത്. ഇതെന്താണ് ധ്യാനം, ആത്മീയത, ഇതൊക്കെ ചർച്ചയാകുന്നത് എന്നായിരിക്കാം നമ്മളിപ്പോൾ ചിന്തിക്കുക. പിണറായിക്കൊരു ആത്മീയ ഗുരുവുണ്ട്. RSSകാരുടെ ആത്മീയ ഗുരുവായ അതേ എം തന്നെ. മോദി പിണറായി ഡീലിങ്സുകൾക്ക് ബ്രോക്കർ പണിയെടുക്കുന്ന ആത്മീയ നേതാവ്. ഈ ആത്മീയ നേതാവിനെയാണ് പിണറായി വിജയൻ ഋഷി തുല്യൻ എന്നൊക്കെ മുൻപ് വെച്ച് കാച്ചിയിട്ടുള്ളത്. മോദിയുടെ കന്യാകുമാരി ധ്യാനത്തിന് പിന്നിലും ഈ ഗുരുവായിരുന്നു. ആ ഗുരുവിനെ കുറിച്ചുള്ള ചർച്ച മുഖ്യന്റെ മുഖ്യ ശത്രു തന്നെ കുത്തിപ്പൊക്കിയതോടെ ട്രോളോട് ട്രോളാണ്. തകർന്നടിഞ്ഞ CPMനെ രക്ഷിക്കാൻ പിണറായി ധ്യാനത്തിലേക്ക് എന്ന ട്രോളാണ് മുൻപന്തിയിൽ. കന്യാകുമാരിയിലെ ഗുഹയിൽ പോയാൽ കോപ്പിയടിയാണ് എന്ന് കരുതും. നമുക്ക് വർക്കല പിടിക്കാം സഖാവേ എന്നാണ് പൊങ്കാല. ഈ ആത്മീയ ഗുരുവിന്റെ പേര് പറയാതെ തന്നെ എല്ലാവർക്കും ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ഇപ്പോൾ ആത്മീയ ഗുരു മിസ്റ്റർ എം വാഴുന്ന കാലമാണ്. ധ്യാനത്തിന്റെ കാലം. ധ്യാനവും ആത്മീയതയും ചെമ്പട്ടണിഞ്ഞ് വേഷപ്രച്ഛന്നമായി എത്തുന്ന കാലം. ശക്തിധരൻ കുത്തിപ്പൊക്കിയ പിണറായി ശ്രീ എം ബന്ധം വലിയ ചർച്ചയ്ക്കും ട്രോളുകൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വിലപിടിച്ച 4 ഏക്കർ സർക്കാർ ഭൂമി ലോകപ്രസിദ്ധ ആത്മീയ ഗുരുവെന്നോ ആൾ ദൈവമെന്നോ വിശേഷിപ്പിക്കുന്ന സത്സംഗ് ഫൗണ്ടേഷൻ മേധാവി മിസ്റ്റർ എമ്മിന് ദാനം ചെയ്ത കാലം. എത്ര കോടി രൂപയുടെ മുതലാണിത്? ഒരു കാലത്ത് വെറുക്കപ്പെട്ടിരുന്ന ഇതുപോലുള്ള ആത്മീയ ഗുരുക്കൾ എങ്ങനെ ആരാധ്യ പുരുഷനായി എന്നത് ഉത്തരം കിട്ടാത്ത സമസ്യയാണ്. 10 വർഷത്തേക്കാണ് ഭൂമി പാട്ടത്തിന് കൊടുത്തത് എങ്കിലും ആ സമയത്തിനൊന്നും ഒഴിഞ്ഞു കൊടുക്കുന്നതാവില്ല. ഈ ഗുരുവിന്റെ പൂർവാശ്രമത്തിലെ പേര് ഗുരു മഹേശ്വർനാഥ് ബാബാജി എന്നും ആണ്. എങ്ങനെയാണ് ഈ ആത്മീയ ഗുരുവുമായി ഇരട്ടച്ചങ്കൻ ഇത്ര അടുപ്പം വന്നത് എന്ന് നോക്കാം. മിസ്റ്റർ എമ്മിന് നിഗൂഢമായ പല പേരുകളുമുണ്ട്. ജന്മം കൊണ്ട് മുസ്ലിമായ മിസ്റ്റർ എം ആദ്യം മുംതാസ് അലി ഖാൻ എന്ന പേരായിരുന്നു സ്വീകരിച്ചിരുന്നത്. പൂർവ്വജന്മത്തിലെ പേരാകട്ടെ മഹാതാർ മഹേശ്വർനാഥ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്ന മിസ്റ്റർ എമ്മിനെ സംബന്ധിച്ച കടങ്കഥകൾ CPM പാർട്ടി ജനറൽ സെക്രട്ടറി എങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ധ്യാനപ്രിയനായ ഈ മിസ്റ്റർ എമ്മിന് തിരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ കന്യാകുമാരിയിൽ നടന്ന ധ്യാനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? പുറത്തു കൊണ്ടുവരേണ്ട ആ കഥകൾ. ഒരാളുടെ ധ്യാനത്തിന് ഒത്താശ ചെയ്യുന്നത് അനഭിലഷണീയമായ കാര്യമൊന്നുമല്ല. പക്ഷേ മോദിയുമായുള്ള സൗഹൃദത്തിന്റെ അതിരുകൾ ദൈനംദിന രാഷ്ട്രീയത്തിന്റെ ഇടപെടലുകളിലേക്ക് കടക്കുമ്പോഴാണ് സംശയങ്ങൾ മുറുകുന്നത്. ഹിമാലയത്തിൽ 9 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ധ്യാനത്തിന് പോയ ഈ വിസ്മയ കഥാപാത്രത്തിന് കേരളത്തിലെ പ്രഥമ രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതി എന്ന് വിക്കിപീഡിയയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പിണറായി വിജയനുമായി എന്താണ് ബന്ധം? പിണറായി വിജയൻ ആത്മീയ കാര്യങ്ങളിൽ തൽപരനാണ് എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ RSSുമായുള്ള രാഷ്ട്രീയ കുരുതികൾ കൂച്ചുവിലങ്ങിട്ട് നിർത്തുന്നതിൽ ഈ ആത്മീയ ഗുരു നൽകിയ സംഭാവന സുതാര്യമാണോ? മിസ്റ്റർ എം ഇടപെട്ടതോടെ സ്വിച്ച് ഇട്ടതുപോലെ കൊലകൾ നിന്നു എന്നത് തർക്കമറ്റ കാര്യമാണ്. എന്താണ് ഇതിന് പിന്നിലെ ഇന്ദ്രജാലം? മധുകർനാഥ് എന്നും പേരുണ്ടത്രേ മിസ്റ്റർ എമ്മിന്റെ കുണ്ടലിനി പ്രയോഗത്തിൽ ആകൃഷ്ടനാണോ നമ്മുടെ മുഖ്യമന്ത്രി? നഗ്നനേത്രത്തിന് ഗോചരമമായ ഭൂമിയല്ലാതെ ആമാടപ്പെട്ടികളിൽ മറ്റൊന്നും കടൽ കടന്നിരിക്കില്ലല്ലോ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആത്മീയ ഗുരു ആശീർവദിക്കാനെത്തിയപ്പോൾ കൊടുത്ത വരം കൈപുണ്യമില്ലാത്തതായി.
എന്നാൽ മുമ്പത്തെ സന്ദർശനത്തിൽ കിട്ടിയ വരം കൊണ്ടാണല്ലോ തുടർഭരണം സാധ്യമായത്. പാർട്ടി അഖിലേന്ത്യാ നേതൃത്വത്തിന് ഡോക്ടർ തോമസ് ഐസക് 2 ദിവസം മുൻപ് പറഞ്ഞതുപോലെ ഇതിനുമേൽ ഒരു കണ്ണുണ്ടാകുന്നതാണ് നല്ലത്. അതല്ല എങ്കിൽ അടിയോടെ എല്ലാം ഒലിച്ചു പോയി എന്ന് വരും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അന്യവർഗ ചിന്താഗതി കടന്നു കയറുന്ന അനുഭവങ്ങൾ ഓരോ പാർട്ടി പ്രവർത്തകനും ജാഗ്രതയോടെ നോക്കിക്കണ്ടിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ അത്തരത്തിലൊരു അനുഭവം ഉണ്ടായതാണ്. ഇന്നും എൻ്റെ മനോമുകുരത്തിലുണ്ട് ആ അനുഭവം. അക്കാലത്തെ SFIയുടെ പ്രഥമ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബിമൻ ബസുവും പ്രസിഡന്റ് സി ഭാസ്കരനും വൈസ് പ്രസിഡന്റ് M റാമും മറ്റും തിരുവനന്തപുരത്തൊരു യോഗത്തിനെത്തിയതായിരുന്നു സന്ദർഭം. അന്ന് ആ ദിവസത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ കണ്ട 4 പേജ് പരസ്യം ചൂണ്ടിക്കാട്ടി SFI പ്രവർത്തകരായ ഞങ്ങളോട് ബിമൻ ബസു ചോദിച്ച ഒരു ചോദ്യം ശ്രദ്ധേയമായിരുന്നു. എന്താണ് ഈ പരസ്യത്തിന്റെ പൊരുൾ? നെയ്യാർ ഡാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ സ്ഥാപനത്തിന്റെ പരസ്യമായിരുന്നു അത്. പിൽക്കാലത്തും ആ പരസ്യം പലവട്ടം അതേ പത്രത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അത് നിരുപദ്രവമായ പരസ്യമല്ല എന്നും ഇതിന്റെ പിന്നിൽ വിദേശ ശക്തികൾ ഉണ്ട് എന്നും ബിമൻ ബസു ഉത്കണ്ഠപ്പെടുന്നുണ്ടായിരുന്നു. ലോകത്തിൽ എവിടെയോ കേന്ദ്രമായ ഒരു സ്ഥാപനത്തിന്റെ പരസ്യം എന്തിനാണ് നെയ്യാർ ഡാമിൽ ഇറങ്ങുന്ന പത്രത്തിൽ വരുന്നത് എന്നത് ഒരു കമ്മ്യൂണിസ്റ്റായ എനിക്ക് അന്ന് ഒരു പ്രഹേളികയായിരുന്നു. അതിന്റെ ഗൗരവം ബിമൻ ബസു പറയും വരെ എന്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പക്ഷേ ബിമൻ ബസു നേതൃത്വപരമായ ബുദ്ധി കൂർമ്മത കൊണ്ട് ഇതിന്റെ പിന്നിൽ പതിയിരിക്കുന്ന ആപത്ത് എന്ത് എന്ന് അന്ന് എന്നെ പഠിപ്പിച്ചതോർക്കുന്നു. ആനന്ദമാർഗികളുടെ വേരുകൾ വ്യാപിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിന്റെ നേരെ നിറയൊഴിച്ചത് ഒരു ആനന്ദമാർഗിയായിരുന്നു. ബിമൻ ബസു പിൽക്കാലത്ത് വളർന്ന് CPM പോളിറ്റ് ബ്യൂറോയിൽ വരെ എത്തിയത് സ്വാഭാവികം.